ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഫ്ലൈറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത് എന്തൊക്കെയാണ് കഴിക്കാനുള്ളതെന്ന്. നമ്മുടെ പനീർ ബട്ടർ മസാലയും ബീൻസ് ഫ്രൈയും ബസ്മതി റൈസും ആയിരുന്നു കഴിക്കാൻ കിട്ടിയത്. അപ്പോൾ അത് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുഡ് എന്തായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റായിട്ട് സോൾട്ടും പെപ്പറൊക്കെ തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടു, അങ്ങനെ കഴിച്ചു. പിന്നെ ഞാൻ ഈ തലയിൽ കൂടെ തുണി ഇട്ടുകൊണ്ട് ഇരിക്കുന്ന തുണിയല്ലാതെ ശരിക്കും പറഞ്ഞാൽ ബ്ലാങ്കറ്റാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റിനകത്ത് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അവർ എ സി അങ്ങ് കൂട്ടിയിട്ടിരിക്കുന്ന പോലെ ഭയങ്കര തണുപ്പായിരുന്നു. എൻ്റെ കാല് വിറയ്ക്കുന്നുണ്ടായിരുന്നു, അതുപോലെ തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പുതപ്പെടുത്ത് പുതച്ച് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിച്ചതാണ്. അപ്പം ഞാൻ അവരോട് ചോദിച്ചായിരുന്നു ഒരു ബ്ലാങ്കറ്റ് കൂടെ തരാമോ എന്ന്. കാരണം എൻ്റെ കാലങ്ങ് സോക്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാലയിൽ, എന്നിട്ടും അങ്ങ് ഭയങ്കര തണുപ്പായിരുന്നു ഫ്ലൈറ്റിനകത്തെ. ഒന്നാമതേ നമുക്ക് ഫ്ലൈറ്റിനകത്ത് ചുവനരെ ഇരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, കാല് ശരിക്കും നൂർക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഈ തണുപ്പോടെ തണുപ്പ് ഇത്രയും എന്തിനാ അവർ കൂട്ടിയിട്ടെന്ന് അത് മനസ്സിലാവാത്ത. അപ്പോൾ അങ്ങനെ ആ തണുപ്പത്ത് ഞാൻ ബ്ലാങ്കറ്റൊക്കെ ഇട്ടിട്ട് ഇരുന്ന് ആഹാരം കഴിച്ചു. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എൻ്റെ അടുത്തിരുന്ന മദാമ്മയ്ക്ക് ഭയങ്കര ചുമയായിരുന്നു. അപ്പോൾ ആ ചുമയിൽ നിന്നും കൂടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുതപ്പിട്ടുണ്ട്. മെയിനായിട്ട് തണുപ്പായിരുന്നു, പിന്നെ രണ്ടാമത് ചുമ. അപ്പോൾ അങ്ങനെ ഭക്ഷണം കഴിച്ചു. ഞാൻ നമ്മുടെ ഡിസേർട്ട് പുഡിങ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ആ പുഡിങ്ങിൻ്റെ മേളിലത്തെ ഭാഗം കണ്ടില്ലേ, നല്ല ഇച്ചിരി കട്ടിയുള്ളതാണ്, ക്രിസ്പി ആയിട്ടുണ്ട്. നമ്മുടെ ഈ ക്രോസോണൊക്കെ കഴിക്കത്തില്ലേ, പേസ്ട്രീസൊക്കെ, അപ്പോൾ അതുപോലെയാണ് എൻ്റെ മേളിലത്തെ ഭാഗം. ഇച്ചിരി ക്രിസ്പി ആയിട്ട് കട്ടിയായിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അതിനകത്തോട്ട് നമ്മൾ കഴിക്കുമ്പോഴത്തേന് അതിനകം സോഫ്റ്റാണ്. ഇല്ല നമ്മുടെ മിൽക്ക് പുഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, മിൽക്ക് പുഡിംഗ് അല്ലെങ്കിൽ ബ്രെഡ് പുഡിംഗ്, അതിൻ്റെയൊക്കെ ടേസ്റ്റാണ്. പക്ഷെ കുറച്ചുകൂടി അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ ഡിസേർട്ട് അതായിരുന്നു ഗൾഫ് എയർവേസിലെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടായിരുന്നല്ലോ ഗൾഫ് എയർവേസിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പം അവരുടെ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതൊക്കെ എടുത്തത്. അപ്പോൾ എന്തായാലും ഞാനങ്ങനെ തണുപ്പത്തിരുന്ന് നമ്മുടെ ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ ഗൾഫ് എയർവേസ്, അതായത് ബഹ്റൈനിൽ നിന്ന് കേരളത്തിലോട്ട് പോകുന്ന ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്കിന് അതിനകത്ത് പക്ഷേ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വലിയ തണുപ്പിൻ്റെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ലണ്ടനിൽ നിന്ന് ബഹ്റിനിലോട്ട് പോയ ഫ്ലൈറ്റിനകത്ത് ഭയങ്കര തണുപ്പായിരുന്നു. എന്തായിരുന്നു അതങ്ങനെ. എന്തായാലും ഞാനപ്പോൾ ഈ പുഡിങ്ങിൻ്റെ പേര് നോക്കുമായിരുന്നേ, അത് കൊണ്ടുത്തുന്ന കവറിനകത്തൊക്കെ ഞാൻ നോക്കിയിട്ടൊന്നും അതിൻ്റെ പേര് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഗൾഫ് എയർവേസുകളുടെ ഫുഡിന് നമുക്ക് 10 ഒരു 7 കൊടുക്കാം.